ഉപാസനയാണ് ഉത്സവം. എങ്ങനെയുള്ള ഉപാസനയാണ്? സംഘടിതമായിട്ടുള്ള ഉപാസനയാണ് ഉത്സവം. സംഘടിച്ചുകൊണ്ടുള്ള ഉപാസന. എന്താണ് ഉപാസന? ഈശ്വരൻ്റെ അരികിലിരിക്കുക എന്നതിന് ഉപാസന എന്ന് പറയും. ആരുടെ അരികിലിരിക്കുക? ഈശ്വരൻ്റെ അരികിലിരിക്കുക. സംഘടിച്ചുകൊണ്ട് ഈശ്വരൻ്റെ അരികിലിരിക്കുന്നതിനെയാണ് നാം എന്തു പറയുക? ഉത്സവം എന്ന് പറയുക. ഉത്സവം മറ്റൊന്ന് എന്ന് പറയുന്ന ഉത്സവം ഉയർത്തുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉത്സവം എന്ന് പറയുക. നിറഞ്ഞിരിക്കുന്ന കുടത്തിലേക്ക് വീണ്ടും വീണ്ടും ജലമൊഴിക്കുമ്പോൾ ആ കുടത്തിനുള്ളിലെ ജലം അത് പുറത്തേക്ക് ഉയർന്ന് ഒഴുകുന്നത് പോലെ ക്ഷേത്ര ശ്രീകോവിനുള്ളിൽ പ്രതിഷ്ഠ ചെയ്തിട്ടുള്ള ദേവീ ദേവന്മാർക്ക് നിത്യനിദാനങ്ങൾക്ക് ഭംഗം സംഭവിക്കാതെ കൃത്യമായി ചെയ്യുന്ന കർമ്മത്തിലൂടെ ഈശ്വരീയ ചൈതന്യം നിറഞ്ഞു തുളുമ്പി അത് മുകളിലേക്ക് ഉയർന്നു വരുന്ന അവസരത്തെ നമ്മൾ എന്തു പറയും? ഉത്സവം എന്ന് പറയും. അതാണ് നമ്മുടെ ഉത്സവം. ആ ഉത്സവം രണ്ട് തരത്തിൽ നമുക്ക് ഉത്സവം നടത്താം. ആഘോഷപൂർവമായിട്ടുള്ള ഉത്സവം, അല്ലേ? നമ്മുടെ പ്രതിഷ്ഠാ വാർഷികം അനുബന്ധമായിട്ട് വരുന്ന ഉത്സവങ്ങളൊക്കെ ആഘോഷപൂർവമായിട്ടുള്ള ഉത്സവമാണ്. അന്നദാനവും അനുബന്ധമായിട്ടുള്ള കലാപരിപാടികളും ഒക്കെയായി ആഘോഷപൂർവം നടത്തുന്ന ഉത്സവം. മറ്റൊരു ഉത്സവം എന്ന് പറയുന്നത് വ്രതനിഷ്ഠയ്ക്ക് പ്രാധാന്യമുള്ള ഉത്സവം. വ്രതനിഷ്ഠകൾക്ക് പ്രാധാന്യമുള്ള ഉത്സവം. അങ്ങനെ പ്രധാനമായും 5 ഉത്സവങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ആചാര്യന്മാർ 5 ഉത്സവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പല നാട്ടിലും പല രീതിയിൽ ഒട്ടനവധി ഉത്സവങ്ങളുണ്ടാകും. അതിലൊന്ന് എന്ന് പറയുന്നത് ശിവരാത്രി, ധനുമാസത്തിലെ സംക്രാന്തി, വിഷു, ശിവരാത്രി, നവരാത്രി. അതിൽ 4 ഉത്സവങ്ങളും ഓരോ ദിവസമാണെങ്കിൽ ഉത്സവങ്ങളുടെ മഹാറാണി എന്ന് നമ്മുടെ പ്രമാണങ്ങൾ വിശേഷിക്കപ്പെടുന്നത് നവരാത്രിയാണ്. നവരാത്രി എന്താണ്? ഉത്സവങ്ങളുടെ മഹാറാണി എന്നാണ് നമ്മൾ വിശേഷണം കൊടുക്കുക. എന്താണ് നവരാത്രിയുടെ സവിശേഷത? നവരാത്രിയെ 3 ഭാവത്തിലാണ് നാം ദേവിയെ